നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷം. നമ്മളിങ്ങനെ ഒരു പറമ്പിൽ നിൽക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ചിലപ്പോൾ കല്യാണത്തിന് വന്നേ 4 ആൾ നിൽക്കുന്നു, ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കല്യാണത്തിന് വേണ്ടി പന്തലുണ്ടാക്കാൻ വേണ്ടി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നല്ലേ. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ എന്താ പറയുക, ഈ സമയങ്ങളിലൊന്നും പറമ്പുകൾ വൃത്തിയാക്കരുത് എന്ന് ഞാൻ എപ്പോഴും നമ്മൾ ആൾക്കാരോട് പറയേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇതിപ്പോൾ അയൽവക്കത്തുള്ള വീടുകളൊക്കെ അടുത്തടുത്ത് വീടുന്നപ്പോൾ അവരൊക്കെ പറഞ്ഞാണ് കാട് കയറി കിടക്കുന്ന ഇവിടെ പാമ്പ് കാണും, കടുവാണ്, പുലിയാണ്, തുങ്കം കാണുമെന്നൊക്കെ പറഞ്ഞാണ്. അതായിരിക്കും പുള്ളിക്കാരൻ രാവിലെ JCB ഒക്കെ വിളിച്ച് 2 പറമ്പ് അങ്ങ് വൃത്തിയാക്കിയത്. എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ നിന്ന് പൂവമ്പാറ കൊല്ലത്തേക്ക് പോകുന്ന വഴി ആറ്റിങ്ങൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്ന അവിടെ ഈ പുറകിലും അതിൻ്റെ പുറകിൽ മേളിൽ ആൾ നിൽപ്പുണ്ട്. അതിൻ്റെ താഴെ ഇവിടെ വൃത്തിയാക്കിയപ്പോൾ ഒരു പെരുമ്പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മളിവിടെ എത്തുന്നത് വരെ അതിൻ്റെ വാല് പുറത്തുണ്ടായിരുന്നു. വാല് പുറത്തുണ്ടായിട്ടൊരു കാലം വാലി പിടിച്ച് പറയുമ്പോൾ നമുക്ക് വലിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊല്ലം ജില്ലയിൽ. നമ്മുടെ എന്താ പറയുക, തെമ്മലയ്ക്ക് അടുത്ത് ഇതുപോലെ ഒരു ആറ്റിൻ്റെ കലിങ്ങിൻ്റെ അടിയിൽ ഒരു രാജവമ്പല വെള്ളത്തിൻ്റെ അടി ഇറങ്ങിപ്പോയി. എന്നിട്ട് തല പൊന്തിച്ച് ഇങ്ങനെ പൊക്കി വെള്ളത്തിൻ്റെ മേളിൽ വെച്ചുകൊണ്ടുവന്നു. അപ്പോൾ മേളിൽ നിന്ന് 2-3 വിദ്വാന്മാർ കുരുക്കിട്ടിട്ട് 2 പേരോട് ചേർന്ന് വലിച്ചിങ്ങ് പിടിച്ചു കൊടുത്തു. 2 അടി നീളത്തിന് കഴുത്തെല്ലാം കൂടെ പൊട്ടി ഇങ്ങ് മേളിലോട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ സമയം കളയാനില്ല. ഇവർ ഒത്തിരി നേരമായി നമുക്ക് കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് കുറേ പണിയുണ്ട്. കാരണം കുറേ ആയി ഞാൻ ഈ മേശിരി പണിയൊക്കെ മറന്നിട്ട്. ഇന്നിപ്പോൾ കുറേ മേശിരി പണിയൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം വെച്ചാൽ ഒരു 100 മീറ്റർ മതിലൊന്ന് പൊളിക്കാനുണ്ട്. കെട്ട് അപ്പോൾ ചോദിച്ചപ്പോഴേ അമ്മ പറഞ്ഞു കെട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കെട്ടില്ല, കെട്ടിയതിന് ഉറച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കളയാനില്ല. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. അണ്ണാ സുഖം തന്നെയാണ്. അണ്ണാ എത്ര പഠിക്കണ? ഇനി 5-ലോട്ട്. സുഖമായിരിക്കണം. എല്ലാവരും എന്താ ഇവിടെ? മോൻ എന്ത് ചെയ്യുന്നു? +2 കഴിഞ്ഞു. ചിരിക്കുന്നുണ്ട്. ജയിക്കും, അടിപൊളിയായിട്ട് ജയിക്കുന്നു. ഇതെവിടെ? ഇതിനകത്തോ? ഇവിടെയാണ് അല്ലേ? നിങ്ങൾ ആ സമയത്ത് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇത് മറ്റേ ഇഞ്ചമുള്ളല്ലേ? അയ്യോ എൻ്റെ അമ്മ, കിടില മുള്ളാണല്ലോ. ഇതിനകത്തോ? ഇതിനകത്ത് താഴെ അങ്ങ് പോയി ഇങ്ങോട്ട് ഈ മണ്ണിനകത്തല്ലേ? ഓഹോ, അടിയിൽ കൂടെ തന്നെയല്ലേ പോയതല്ലേ? അല്ലേ? ഈ കെട്ടിനകത്തോട്ടല്ലല്ലോ. ഓക്കെ, അടി. അപ്പോൾ അവർ പറയുന്നത് ഈ കെട്ടിനകത്ത്, പക്ഷേ ഇങ്ങോട്ട് പോകില്ല കേട്ടാ. ഇങ്ങോട്ട് ഹോളില്ല, കെട്ടിനകത്തോട്ടേ ഉള്ളൂ. ഇതേ ഉള്ളൂ. ഇത് തന്നെ ഹോള്, കെട്ടിനകത്തോട്ട് തന്നെ ആയിരിക്കും കേട്ടാ. ഇവിടെ ഹോളില്ല. കാരണം എന്നറിയാം, ഇങ്ങോട്ട് ഹോൾ കാണുന്നില്ല. കണ്ടാ, ഈ പാറയ്ക്കകത്തോട്ട് വെളിയിലോട്ടും കാണുന്നില്ല. കണ്ടാ, ഇവിടെ തീരെയാണ്. കണ്ടാ, ഇങ്ങനെ എന്തായാലും അത്രയ്ക്ക് ചെറുതാണോ? വലുത്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇതിനകത്താണ് കയറുന്നത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങോട്ട് പോകില്ല. ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് ഹോളില്ല. പക്ഷേ ഇവിടെ ഒരു ഹോളുണ്ട്, വലിയ ഹോൾ. ഈ പാറയ്ക്കകത്ത് വലിയ ഹോളുണ്ട്. അപ്പോൾ എന്തായാലും 5 അടി എന്ന് പറയുമ്പോൾ ഒരു പാമ്പിന് ഇത്ര സൈസ് കാണാം. ആ സൈസുള്ള പാമ്പുകൾക്ക് ഈസി ആയിട്ട് ഇതിനകത്തോടെ കയറി പോകാൻ പറ്റും. കണ്ടില്ല, ചുമ്മാ തല കയറിയാൽ പിന്നെ ഉടനെ അങ്ങ് ചുമ്മാ ഫ്ലെക്സ് പരക്കുകയും ഉരുളു കഴിഞ്ഞാൽ പരക്കുമില്ല. അപ്പോൾ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. JCB കാരൻ പോയാ? എന്തായാലും പോകണ്ടെന്ന് പറഞ്ഞല്ലേ. ചിലപ്പോൾ അമ്മച്ചിൻ്റെ മതിൽ മൊത്തം പോകും. ഇനി കല്ലൊന്ന് പൊളിച്ച് നോക്കാം. നല്ല കെട്ടാണ്. പക്ഷേ ഈ കെട്ട് പൊളിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നമുക്ക് വിശ്വസിച്ച് കൈയിടാനും പറ്റില്ല. കാരണം ഇത് DR അടുക്കാണ്. ഇന്നലെ ഒന്നും കെട്ടിയതല്ല, 3-4 വർഷം പഴക്കമുള്ള കെട്ടാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇവിടേക്കുള്ള JCB ഒക്കെ ഇറങ്ങുമ്പോൾ വരുന്ന അതിൽ ഓടി പെട്ടെന്ന് എഴിഞ്ഞൊന്ന് ഇതിനകത്തൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ പ്രതീക്ഷിച്ചാലും കൈയിട്ടിടുന്നു. അപ്പോൾ അടുത്ത് അവിടെ നിന്ന് പണി വാങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് നോക്കുന്നത്. കാരണം മറ്റുള്ള അതിഥികൾ മുറുക്കനും ഒക്കെയുള്ള സ്ഥലമാണിത്. മുറുക്കനാളിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് എന്തായാലും ഇവർ കാണിക്കുന്ന, ഇവർ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല ഇതിനെ കിട്ടാനായിട്ട്. നമ്മൾ ഒന്നിനെ തേടി പോയപ്പോൾ 2 കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ അതിഥികൾ. അടിപൊളി. ഇവിടെ നമുക്കിത് ഈ കല്ല് എടുത്തപ്പോൾ തന്നെ എൻ്റെ കാണാം.
റോക്ക് പൈത്തൺ, പെരുമ്പാമ്പ്. 750 മേളിൽ പെരുമ്പാമ്പിന് പിടിയുണ്ട്. പക്ഷേ മുട്ട വിരിച്ചത് എനിക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു 1000-ലേറെ പെരുമ്പാമ്പിൻ്റെ മുട്ട വിരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. പക്ഷേ അതിലെല്ലാം ഒരേ കളർ തന്നെയാണ്. ഒരിക്കലും കളറി മാറി കിട്ടുമോ അറിയാൻ വേണ്ടി നമ്മൾ മുട്ട വിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായില്ല. എല്ലാം ഒരേ കളർ തന്നെയാണ് കണ്ടത്. എല്ലാം ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മനുഷ്യൻ പല കളർ പല സ്കിന്നിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒരേപോലെ തന്നെ പോകുന്നു, ഒരേ കളറിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു പേടിക്കേണ്ട ഒരു സാധനമല്ല. പെരുമ്പാമ്പ് ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന കടിക്കില്ല. 100 കണക്കിന് പല്ലുള്ളതാണ്. നന്നായിട്ട് കടിക്കും. കുറേ കഴിഞ്ഞ് എല്ലായിടത്തും മാറ്റി നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ എവിടെയോ ചുറ്റി തല എവിടെയോ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പതുക്കെ ആ കല്ലിങ്ങെടുത്ത് മാറ്റി. ചിലപ്പോൾ കല്ലിൻ്റെ അടിയിൽ ഞെരുങ്ങിപ്പോയാൽ അതും പണിയാണ്. നമുക്ക് ശകലം ഇവിടെ കാണുള്ളൂ, ബാക്കി അത്രയും ഉള്ളിലാണ്. അപ്പോൾ അത്രയ്ക്ക് പണിയുണ്ട്. ശകലം ശരീരം കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരുപാട് പണിയുണ്ട്. ഇനി ഒരുപാട് അങ്ങോട്ട് ഒളിച്ച് പോയാലേ പറ്റുള്ളൂ. നല്ല ഷൈ ആയിട്ട് നല്ല തിളക്കമുള്ള സ്കിന്നാണ് അദ്ദേഹത്തിൻ്റെത്. ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കാണാത്തതാ. ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് ചോദിച്ചാൽ പുള്ളിയിലൊക്കെ തുടരാനാണ്. പക്ഷേ പുള്ളി തുടരാനല്ല, പുള്ളിയുടെ മസിലിൻ്റെ കാലിൻ്റെ ഇവിടുത്തെ മസിലിൻ്റെ കനമേ ഉള്ളൂ. 5 അടിയിലേറെ നീളമുണ്ട്. പക്ഷേ ഇത് മതി വലിയ നായ്ക്കുട്ടിയും നല്ല നായയും അതുപോലെ നമ്മുടെ തെരുവിൽ തിരഞ്ഞെടുക്കുന്ന കുറുക്കനെയൊക്കെ പിടിക്കാനുള്ളൊരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ പന്നിയെ ഇതേണ്ട, ഇതാ വാല് ഉണ്ടോ, ഇതാണ് വാല്. ഇതാണ്ട വാല്. ഇതാ അറിയില്ല, നമുക്ക് സോപ്പിട്ട് കഴിയാൻ പോലും പോവില്ല. എൻ്റെ മോഷൻ കണ്ടോ, നല്ല മണമാണ്. സോപ്പിട്ട് കഴിയാൻ പോലും പോലും അടി. നമുക്കിൻ്റെ തലേന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടെ കല്ലനങ്ങുന്നുണ്ട്. ഇവിടെയൊന്നും അല്ല, വാല് മാത്രമേ ഇവിടെ ഉള്ളൂ. തല അങ്ങ് എവിടെയാണ് അനങ്ങുന്നത്, എവിടെയാണ് ഇവിടെയൊന്നും അവിടെ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ അത്രയ്ക്ക് പണിയെടുത്താൽ മാത്രമേ ഇതിന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ചെറിയ പണിയൊന്നും അല്ല ഇത് വേണ്ടത്, വലിയ പണി തന്നെ വേണം. കല്ലിൻ്റെ അവിടെ എവിടെയാണ് സൗണ്ട് കേൾക്കുന്നത്? വരുന്നുണ്ട്, ആശാൻ വരുന്നുണ്ട്. മാറിക്കോ, എല്ലാവരും മാറിക്കോ, ഞാൻ ഓടാൻ എനിക്ക് സ്ഥലം ഇട്ടേ, എനിക്ക് ഓടാൻ സ്ഥലം ഇട്ടേ. തലയും കൊണ്ട് വരണേ. വരും പിള്ളേ, ചായ പിടിച്ചിട്ടൊക്കെ വരാം. വരി ഇങ്ങോട്ട് വരി. വരി അണ്ണാ, ഇറങ്ങി വരി അണ്ണോ. അക്ക ഇറങ്ങി വരി അക്ക. ദേഹം മൊത്തം മൂത്രം ഒഴിച്ചതിൻ്റെ നല്ല മണം. ഇനിയിപ്പോൾ വണ്ടിക്കകത്തിരിക്കും, അത്ര നല്ല സ്മെല്ലാണ്. പക്ഷേ വലിയ ഹോള്. അവിടെ നിന്ന് വല പിടിച്ചെടുക്കുന്നതിന് നേരെ അകത്തുണ്ട്. ഇനി വീണ്ടും 5-6 കപ്പ കിട്ടിയല്ലോ എന്നൊരു സമാനം ഉണ്ടായിരുന്നു, അതും പോയി കിട്ടി. ഇവിടെ എവിടെയൊക്കെ കല്ലനങ്ങുന്നു. ആയില്ല, അടിപൊളി. ഇതാ കാണാം. പക്ഷേ വീണ്ടും ഒരു 5% നമുക്കിവിടെ കാണാൻ പറ്റില്ല. ബാക്കി 95% അതിനകത്ത് കിടക്കുകയാണ്.
അതാണ് ഈ പാറക്കെട്ടിനകത്ത് പെരുമ്പാമ്പ് വരെയുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ച് വരണം, 2 സൈഡിൽ നിന്ന്. അങ്ങനെ പൊളിച്ചൊന്നും നഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കിഴറിയിടം തന്നെ പൊളിച്ചത്. അതിപ്പോൾ പണിയായി, 8ൻ്റെ പണിയായി. എന്തായാലും കാണാം, ഇനി എത്ര ദിനം പോകുമെന്നറിയില്ല. എന്തായാലും അത് കല്ലുണ്ട്. 6 കിലോൻ്റെ സാറിന് എനിക്ക് ഒത്തിരി കിട്ടണം. ഇന്നിപ്പോൾ എത്രയല്ലേ ഉള്ളൂ. കല്ലിൻ്റെ പിശല്ല സാറിന്. കല്ല് എനിക്ക് സാധാരണ ഇതിൽ കല്ലിൻ്റെ പണി കുറേ മുറിവുണ്ടാവണേ. ഇന്നെന്തായാലും അത്രയൊന്നും ഇല്ലല്ലോ. കുഴപ്പമില്ലെന്നറിയാം, ബ്ലഡ് പെട്ടെന്ന് കട്ടിയാവില്ല, കുറേ സമയമെടുക്കും. കടിയുടെ പ്രത്യേകത അത്. ഒരുപാട് സമയം എടുത്ത് കട്ടിയാവുള്ളൂ. അതാണ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നല്ല സൈസ്, ഒരു 5 അടിയൊന്നും അല്ല, ഏകദേശം 7 അടിയോളം നീളം വരുന്ന അതിഥി. 7 അടി 8 അടിയോളം നീളം വരുന്ന നല്ല സൈസുള്ളതല്ല, സൈസ് ചെറുതാണ്. എന്നാലും തെറ്റില്ല, കടി നല്ല കടിയായിരിക്കും. റോക്ക് പൈത്തൻ, പെരുമ്പാമ്പ്. ഇതിപ്പോൾ നല്ല സൈസുള്ള സാധനമെങ്കിൽ മുൻകാലത്തിലൊക്കെ നമ്മൾ ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് പാവം ഇതിനെയൊക്കെ പിടിച്ച് വറുത്തും പൊരിച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. പുതിയ തലമുറ അതൊന്നും എന്താ പറയുക, അതൊന്നും അനുകരിക്കുന്നില്ല. പുതിയ തലമുറ ഒന്നും അനുകരിക്കുന്നില്ല. നല്ല കടി വീഴും, പക്ഷേ വെനമില്ല. ഇദ്ദേഹത്തിന് പ്രത്യേകത, ഇദ്ദേഹം ഫീമെയിലാണ്. അത്ര വലുത്. എനിക്ക് തോന്നുന്നൊരു 5. എൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, പിടിക്കുമ്പോൾ തന്നെ ഈ മോഷണം കടിക്കും. ഈ മോശം അടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ സോപ്പിട്ട് കഴിയാൽ പോലും അത് പോകത്തില്ല, അത്രയ്ക്ക് സ്മെല്ലാണ്. പെൻസിലൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയിലിരുന്ന് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലാണ്. കുളിച്ചാൽ പോലും അത് മാറത്തില്ല എന്നാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കുറച്ച് നമ്മുടെ യാത്രക്കിടയിൽ എനിക്ക് തോന്നുന്നൊരു 5-6 മാസത്തിന് ഇപ്പുറം നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അതിഥിയാണ് പെരുമ്പാമ്പ്. 5 മാസത്തോളം ആവുന്നതാണ്. അതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വലിയ പെരുമ്പാമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയ അതിഥി, 8 അടിയോളം നീളം വരുന്ന. പുള്ളി പറഞ്ഞത് 5 എന്നാണ്. 5 വരെ നോക്ക്. ഞാൻ തന്നെ ഇത് 5.25 അപ്പോൾ ഏകദേശം 7 അടിയോളം നീളം വരുന്ന അതിഥി. ഇപ്പോൾ ഈ ഫീമെയിലാണ്. പെരുമ്പാമ്പ് സാധാരണ പെരുമ്പാമ്പ് ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയും, പക്ഷേ കടിക്കും, നന്നായിട്ട് കടിക്കും. വേറെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ നമ്മൾ വലിയ പെരുമ്പാമ്പൊക്കെ ആണെങ്കിൽ കടിക്കുന്ന സമയത്ത്, ചുറ്റുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ചുറ്റിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ മസിലിൻ്റെ പുറത്തുനിന്നൊക്കെ ചുറ്റിലൊന്നും അപകടം ഉണ്ടാകുമല്ലോ. പക്ഷേ ഇവിടെ വൈറ്റൊക്കെ മാത്രം ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളൊക്കെ ചിലപ്പോൾ പേടിച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ആരോഗ്യമുള്ള അതിഥി. പക്ഷേ ഇവിടെ കിടന്നെങ്കിൽ ഇവരാരും കാണാത്തോണ്ടായിരിക്കും. ഇവൻ്റെ സഞ്ചാരം അങ്ങനെ വളരെ പതുക്കെ സഞ്ചരിക്കുള്ളൂ. ഇപ്പോൾ ഈ ഇലയുടെ കൂടെ പോയാൽ തന്നെ അറിയുകയില്ല. എനിക്ക് ഒരു സ്ഥലത്ത് ആലപ്പുഴ 40 മുട്ട ഒരു പെരുമ്പാമ്പിനെ അതിൻ്റെ മെയിലിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ 24 മുട്ട വരെ ഞാൻ പിടിച്ച് തുറന്നു വിടാൻ കൊണ്ടുവച്ച പെരുമ്പാമ്പ് പദ്ധതി ചാക്കിലിരുന്ന് 24 മുട്ട വരെ ഇട്ടിട്ടുണ്ട്. അത് അത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ഒരിക്കലും അത് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ നമ്മളെന്തായാലും ചാക്കിലാക്കണം. ചാക്കിൽ കയറാമോ? നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കണം. ഇനി അദ്ദേഹത്തിനൊരു കടിയുണ്ട്. അണ്ണാ കയറി കയറി. എന്ത് പറ്റി? അണ്ണാ എന്തരാണ് എന്തരാണ്? അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആറ്റിങ്ങലടുത്ത് നമ്മുടെ പൂവമ്പാറ പാലത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കണ്ട അതിഥി പെരുമ്പാമ്പ് അതിഥി പാറക്കെട്ടിനകത്ത് കയറി അതിനെ നമ്മൾ പൊടിച്ചെടുത്തു. ഏകദേശം 5 വയസ്സിനടുത്ത് പ്രായം വരുന്ന 8 അടിയോളം നീളം വരുന്ന ഒരു പെരുമ്പാമ്പ് അതിഥിയായിരുന്നു, റോക്ക് പൈത്തൻ അതിഥിയായിരുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ ദൗത്യം, ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. അവസാനിപ്പിക്കണം, ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും ഇനി വണ്ടി ഇപ്പോൾ ഷർട്ട് ഉടുപ്പാൻ്റൊന്നും മാറാതെ പോകാൻ പറ്റില്ല. ദേഹം മുഴുവനും അത് കാഷ്ടിച്ചില്ലാതാക്കി മണ്ണാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ പെരുമ്പാമ്പ് അതിഥിയെ പിടികൂടി അല്ലെങ്കിൽ പെരുമ്പാമ്പ് അതിഥിയെ മതിൽ പൊളിച്ചെടുത്ത വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.